സംസ്ഥാനത്ത് കേരള ലോട്ടറിയുടെ സമ്മാന ടിക്കറ്റുകൾ വ്യാജമായി നിർമ്മിക്കുന്ന മാഫിയകൾക്കെതിരെ നടപടിയെടുക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. ഭാഗ്യക്കുറിയുടെ സമ്മാനാർഹമായ നമ്പറിലുള്ള ടിക്കറ്റുകൾ കൃത്രിമമായി നിർമ്മിച്ച് തട്ടിപ്പ് നടത്തുന്നവരെ സഹായിക്കുന്നത് ലോട്ടറി മേഖലയിലെ ഉദ്യോഗസ്ഥ ലോബികളാണ് എന്ന പരാതിയും ഉയരുന്നുണ്ട്. പ്രതിദിനം അച്ചടിക്കുന്ന 1,08,00,000 ടിക്കറ്റുകളിലൂടെ പ്രതിവർഷം 16,000 കോടിയോളമാണ് ലോട്ടറി മേഖല സർക്കാരിന് വരുമാനമേകുന്നത്. എന്നാൽ ഇതിനിടെ ഒറ്റ നമ്പർ ചൂതാട്ടവും വ്യാജനുമായി ലോട്ടറി മേഖലയെ തകർക്കുന്ന മാഫിയ സംഘങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ ഒരു സർക്കാരും നടപടിയെടുക്കുന്നില്ലെന്നാണ് പരാതികൾ. ഇവിടെയുള്ളത് സമ്മാന ടിക്കറ്റുകൾ. നറുക്കെടുപ്പ് കഴിഞ്ഞ് ലോട്ടറി ടിക്കറ്റിന്റെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ആ ടിക്കറ്റുകൾ ഇരട്ടിപ്പ് നടത്തുകയോ അല്ലെങ്കിൽ സമ്മാനങ്ങൾ വ്യാജമായി നിർമ്മിക്കുകയോ ചെയ്യുന്ന ഒരു സംഘമാണ്. ആ സംഘം മാഫിയ പ്രവർത്തനം കേരളത്തിന്റെ മണി നടക്കുന്നുണ്ട്. അതിന്റെ ഇരയാക്കപ്പെടുന്നത് സാധാരണ ഏജന്റുമാരും വിൽപ്പനക്കാരുമാണ്. ആലപ്പുഴയിലും തിരുവനന്തപുരത്തും വ്യാജ സമ്മാന ടിക്കറ്റുകൾ സംബന്ധിച്ച പരാതി ഉയർന്നതിന് പിന്നാലെ ലോട്ടറി മേഖല ഒന്നടങ്കം ആശങ്കയിലാണ്. നിലവിൽ ഓണം ബമ്പർ ഇറങ്ങിയതോടെ കരുതലോടെയാണ് മേഖല നീങ്ങുന്നത്. കേരള ലോട്ടറിയുടെ സമ്മാന ടിക്കറ്റുകൾ വ്യാജമായി നിർമ്മിക്കുന്ന മാഫിയകൾക്കൊപ്പം ഉദ്യോഗസ്ഥ ലോബിയുണ്ടെന്ന ആരോപണവും ലോട്ടറി ഏജന്റുമാരുടെ സംഘടനകളും ഉന്നയിക്കുന്നുണ്ട്. അടിച്ച ലോട്ടറി ഏതെന്നോ വ്യാജൻ ഏതെന്നോ പോലും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് അറിവില്ലെന്നും പരാതികളുണ്ട്. ഇതിന്റെ ലോബി പ്രവർത്തിക്കുന്നുണ്ട്. നമ്മൾ ഒരു ഫോട്ടോസ്റ്റാറ്റ് എടുത്തു കൊണ്ടുപോയി കൊടുത്താൽ അത് ഒറിജിനലായി വരുന്നൊരു സാഹചര്യമുള്ളത്. 5,000-ന് 12,000 അടിച്ചു. ലോട്ടറി ഓഫീസിൽ അദ്ദേഹം സ്വന്തം നല്ല ടിക്കറ്റാണല്ലോ എന്നോർത്ത് അയാൾ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് വന്ന് ഇവിടെ അടിച്ചു കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ ഇവിടെ വന്ന് 60,000 മാറ്റിക്കൊണ്ടുപോയി. ഈ ടിക്കറ്റും കൊണ്ട് വന്നപ്പോൾ ഇത് വ്യാജം വന്നു. ഒരു വശത്ത് സർക്കാരും മറുവശത്ത് വ്യാജ ലോട്ടറിയിലൂടെ ചില ലോബികളും വരുമാനം വർദ്ധിപ്പിക്കുമ്പോൾ ലോട്ടറി വിൽപ്പനക്കാരായ ഭിന്നശേഷിക്കാർ നിരന്തരം അവഗണനയുടെ പാതയിൽ തന്നെയാണ്. ദരിദ്രരായ ഞങ്ങൾക്ക് വികലാംഗർക്കെല്ലാം ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാക്കി. 6 രൂപയാണ് ആക്കിയിട്ട് ലോട്ടറി ടിക്കറ്റ് വിറ്റാലും 8 രൂപയുള്ള സാധനം വെട്ടി കുറച്ചിട്ട് 6 രൂപ ആക്കി. 3 മണിക്കാണ് ടിക്കറ്റ് എടുക്കുക നറുക്കെടുപ്പ്. അത് ഈ കഴിഞ്ഞ സർക്കാർ 2 മണിക്കാക്കി. ഈ ഒരു ടിക്കറ്റ് 3 മണിക്കോ തീരുള്ളൂ. എല്ലാവർക്കും പൈസയും വർദ്ധിപ്പിച്ചു. ഒരു 5 ടിക്കറ്റ് എടുക്കാൻ അന്ന് എടുക്കായിരുന്നു. 200 രൂപയ്ക്ക് 5 ടിക്കറ്റ് എടുക്കും. ഇന്നിപ്പോൾ ഒരു ടിക്കറ്റിന് 50 രൂപ ആയിക്കോട്ടെ. ടിക്കറ്റ് ചിലവില്ല, വളരെ ചിലവ് കുറവാണ് ടിക്കറ്റിന്. 5,000 മുതൽ താഴോട്ടുള്ള സമ്മാനങ്ങളുടെ എണ്ണം വർദ്ധിപ്പിച്ചും ഓണം ബമ്പർ ഒന്നാം സമ്മാനം 30 കോടിയാക്കിയും കേരള ലോട്ടറി മുന്നേറ്റത്തിന്റെ പാതയിലാണ്. എന്നാൽ മറുവശത്തെ വ്യാജന്മാരെ പിടികൂടിയില്ലെങ്കിൽ കനത്ത തിരിച്ചടിയാകും മേഖല നേരിടേണ്ടി വരിക. അമൃത ന്യൂസ്, കോഴിക്കോട്.